നമസ്തേ. ചിലരൊക്കെ ലൈവിലെത്തിയെന്ന് വിചാരിക്കുന്നു. നമസ്തേ അഡ്വക്കേറ്റ് അനിത അശോകൻ, നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? വ്യക്തമായി കേൾക്കാമെങ്കിൽ കാണാമെങ്കിൽ ആരെങ്കിലും പ്രതികരിക്കൂ. നമസ്കാരം. സായൂജ്, നമസ്തേ. സിബി, ബാബു യെസ് പറഞ്ഞിരിക്കുന്നു. കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും സാങ്കേതിക പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. രാജേഷ് കല്ലേപ്പുറം, നമസ്തേ രാജേഷ്. നമസ്തേ. നമസ്തേ മണികണ്ഠൻ, നമസ്കാരം. റിജു, നമസ്കാരം. നമസ്കാരം. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇടയ്ക്ക് എന്തൊരു നെറ്റ് പ്രശ്നം ഉണ്ടായി തോന്നുന്നു. ഇപ്പോൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ശരി, കേൾക്കാം. റൈറ്റ്. ശരി ശരി. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും, പ്രത്യേകിച്ച് ഭാരതീയ ജനതാ യുവമോർച്ചയുടെ കർമ്മധീരന്മാരായ പ്രവർത്തകന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, മറ്റ് ബന്ധുജനങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമുണ്ട്. ശരി, ഞാൻ തുടരാം. അജേഷ് നന്ദൻ, അരുന്ധതി ടീച്ചറുണ്ട്, നമസ്കാരം. ഇ പി നന്ദകുമാർ, ശരി ശരി ശരി. ഇടയ്ക്ക് എന്തോ ഒരു തടസ്സം, കുഴപ്പമില്ല, പെട്ടെന്ന് ശരിയാവുന്നുണ്ട്. അപ്പോൾ ഞാൻ സംസാരിച്ച് തുടങ്ങാം. അപ്പോൾ എന്തെങ്കിലും ഞാനൊരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നില്ല. യുവമോർച്ച നടത്തുന്ന വിവാദം, അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഞാൻ തുടക്കത്തിൽ ചെയ്യേണ്ടതായിരുന്നു, ഞാൻ സ്വയം പരിചയപ്പെടുത്തിയില്ല. സദാനന്ദൻ മാഷ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ. ഇപ്പോൾ തൃശ്ശൂരിലാണ് താമസം, കണ്ണൂരാണ് സ്വദേശം. ഏതായാലും വലിയ ആശങ്ക ചൂഴ്ന്നു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ അതൊരു വലിയ പ്രതിസന്ധിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ പ്രതിസന്ധിയെ അവസരമാക്കി മാറ്റി ഇനിയുള്ള കാലം ഏറ്റവും ഭാസുരമാക്കി തീർക്കുവാനുള്ള പരിശ്രമത്തിൽ നമ്മുടെ സമാജത്തെ ഒപ്പം നിർത്തിക്കൊണ്ട് കർമ്മോജ്വലമായ ആദർശാധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് ഭാരതീയ ജനതാ യുവമോർച്ച. അത് നമ്മുടെ ഭാവിയെക്കുറിച്ച് അങ്ങേയറ്റം പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് യുവസമൂഹത്തെ നേരായ വഴിയിലേക്ക് നയിക്കാൻ ധാർമ്മികമായും സാമൂഹ്യമായും സാംസ്കാരികമായും അവരിൽ അവബോധം സൃഷ്ടിക്കാൻ, രാഷ്ട്രീയമായ അവബോധം സൃഷ്ടിക്കാൻ യുവമോർച്ച സ്വീകരിച്ച ഈ ഒരു മാധ്യമം, ഫേസ്ബുക്ക് ലൈവ്, ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിന് വേണ്ട ആസൂത്രണം നടത്തിയ യുവമോർച്ചയുടെ സംസ്ഥാന ഭാരവാഹികൾ, സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പ്രഫുൽ കൃഷ്ണൻ തുടങ്ങി മറ്റ് എല്ലാ കരുത്തരായ എൻ്റെ യുവ സഹോദരങ്ങൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ആദ്യമേ തന്നെ. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകപക്ഷീയമായ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ നന്നാവുക ഇത് കാണുന്ന ആളുകൾ, കേൾക്കുന്ന ആളുകൾ എന്തെങ്കിലും പ്രത്യേകമായ കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ അത് വെച്ചുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒരു വിഷയം ആദ്യം ഒന്ന് ഇട്ട് തന്നാൽ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിച്ച് തുടങ്ങാം.
ഏതായാലും ഞാൻ സംസാരിക്കുന്നതിനിടയിൽ ആ ഒരു കമൻറ്റ് വന്നോട്ടെ. കുറേയധികം ആളുകൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഒരു പ്രത്യേകമായ എന്തെങ്കിലും കാര്യം ഞാൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് സൂചിപ്പിക്കുക. അതുവരെ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഏതായാലും ആരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇന്ന് ലോകം മുഴുവൻ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ഭരണാധികാരിയായി മാറിയിരിക്കുകയാണ്. തുടക്കത്തിലെ അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രകടനം ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ മാത്രമായിരുന്നില്ല, മറിച്ച് മുഴുവൻ ലോകത്തിൻ്റെയും ആശയാഭിലാഷങ്ങളെ കരുത്താക്കി മാറ്റി അതനുസരിച്ചുള്ള പ്രവർത്തന പദ്ധതിയാണ് മോദിജി മുന്നോട്ട് വെച്ചത്. ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു എന്ന നമ്മുടെ ഭാരതീയമായ കാഴ്ചപ്പാട്, ദർശനം, ആ ദർശനത്തിനനുസരിച്ച് നാടിനെ നയിക്കാനും ഭാരതത്തെ വിശ്വോത്തരമായ പദവിയിൽ പ്രതിഷ്ഠിക്കാനും പ്രതിജ്ഞാബദ്ധനായ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലാണ്. ഈ ഒരു സമയത്ത് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, പ്രത്യേകിച്ച് കൊറോണയുടെ ഈ കാലഘട്ടത്തിൽ COVID-19 എന്ന ഒരു വലിയ ഭീഷണി നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നത് മോദിജിയുടെ ഐക്യരാഷ്ട്രസഭയിലെ യോഗ സംബന്ധമായ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ്. പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആദ്യ നാളുകളിൽ തന്നെ ഐക്യരാഷ്ട്രസഭയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ലോകസമാധാനത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ ഉയർന്നു വന്നപ്പോൾ മോദിജിയുടെ പ്രതികരണം ഇതായിരുന്നു: ലോകസമാധാനത്തെക്കുറിച്ച് ലോക നേതാക്കന്മാർ ഇരുന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ആശയം, ആദ്യം സമാധാനമുണ്ടാകേണ്ടത് നമ്മുടെ മനസ്സുകളിലാണ്. നമ്മുടെ മനസ്സിലുള്ള സമാധാനമാണ് പിന്നീട് ലോകസമാധാനമായി പരിണമിക്കുന്നത്. അതുകൊണ്ട് ആ സമാധാനം കൈവരിക്കണമെങ്കിൽ ഇരിക്കുന്ന ഓരോരുത്തരും, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ ഉള്ളിൽ സമാധാനമുണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാക്കണം എന്നതാണ്. അതിന് അദ്ദേഹം നിർദ്ദേശിച്ച മാർഗമാണ് യോഗ പരിശീലനം എന്നുള്ളത്. ഒട്ടും ചർച്ച കൂടാതെ ഐക്യരാഷ്ട്രസഭ അത് അംഗീകരിച്ചു. അത് ലോകം മുഴുവൻ, എല്ലാ രാജ്യങ്ങളും അവരവരുടെ രാജ്യങ്ങളിൽ യോഗ പരിശീലനം നടത്താനും അവരുടെ ഒരു ദേശീയ വ്യായാമ മുറയായി അംഗീകരിക്കാനും അവർ സന്നദ്ധമായി. ഇതിപ്പോൾ ഓർമ്മ വരാൻ കാരണം, ഇടയിൽ ഒരാൾ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. നല്ല ചില വാക്കുകളും കാണാനുണ്ട്, സ്നേഹത്തോടെയുള്ള വാക്കുകൾ. ചോദ്യം ഉന്നയിച്ചത് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണം സാധ്യമാകുമോ കുറിച്ചാണ്, അല്ലെങ്കിൽ കേരളത്തിൽ BJPയുടെ ഭരണം നമുക്ക് ആവശ്യമുണ്ട് എന്ന രീതിയിലുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് സിബി ശശിധരൻ. ഏതായാലും ആ ചോദ്യത്തിന് പ്രതികരണത്തിന് തന്നെ എൻ്റെ പ്രതികരണമുണ്ടാകാം. ഈ സംസാരിക്കുന്നത് കാണുമ്പോൾ വല്ലാതെ പ്രകോപിതരാവുന്ന ചില ആളുകളുമുണ്ട് എന്ന് വിചാരിക്കുന്നത് സാരമില്ല. അവരും കൂടി ശ്രദ്ധയോടെ ഇതെല്ലാം കേൾക്കും എന്ന് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. സിബി ഉന്നയിച്ച വിഷയം കേരളത്തിൽ BJP ഭരണം എന്നതിനെ സംബന്ധിച്ചാണ്. ഞാനതിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയതൊന്ന് പൂർത്തീകരിച്ചോട്ടെ. ഏതായാലും നരേന്ദ്രമോദിജി മുന്നോട്ട് വെച്ച യോഗ എന്ന ആശയം, ലോക സമാധാനത്തിന് യോഗ ആണ് പരിഹാരം, അത് ലോകം മുഴുവൻ അംഗീകരിച്ചു. ഇന്ന് COVID-19 നേരിടാൻ നാം സന്നദ്ധമാകുമ്പോൾ പലരും നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച്, നമ്മുടെ മനസ്സിൻ്റെ സന്തുലനത്തെക്കുറിച്ച്, ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥയെക്കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങി. ഇപ്പം എല്ലാവരും യോഗ പരിശീലിക്കുന്നു, വീടുകളിൽ പ്രചരിപ്പിക്കാനും ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. നല്ല കാര്യമാണ്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഭാരതത്തിൻ്റെ ശബ്ദം, ഭാരതത്തിലെ ശബ്ദം ശ്രദ്ധിക്കാൻ സന്നദ്ധമാണ് എന്നതാണ്.
അപ്പോൾ ലോകവ്യാപകമായ അംഗീകാരം ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ COVID-19 നേരിടാനുള്ള നമ്മുടെ ശ്രമങ്ങളെയും ലോകം മുഴുവൻ അംഗീകരിച്ചു. മരുന്നിന് വേണ്ടി ഭാരതത്തോട് അഭ്യർത്ഥിക്കുന്ന ലോകരാജ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഭാരതത്തിൽ നിന്ന് പ്രതിരോധത്തിന് വേണ്ടിയുള്ള സാമഗ്രികളൊക്കെ ലോകവ്യാപകമായ ആളുകൾ ആവശ്യക്കാരുണ്ടാവുന്നു, നമ്മളത് നൽകുന്നു. ഭാരതത്തോട് സ്നേഹവും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കാൻ ലോകരാജ്യങ്ങൾ മത്സരിക്കുന്നു. ഈ കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട്. ഇത് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് സിബിയുടെ പ്രതികരണമുണ്ടായത്. കേരളത്തിലെ BJP ഭരണം ഒരുപാട് കാര്യങ്ങൾ വിശകലനം ചെയ്യേണ്ട ഒരു വിഷയമാണത്. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന ഒരു ഭരണകൂടം സാക്ഷാത്കൃതമാകുമോ എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഈ ലൈവ് കാണുന്ന പലരും ഒരു തരത്തിൽ ഒരു പരിഹാസഭാവത്തിലായിരിക്കും ഈ പ്രതികരണത്തെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. കാരണം അങ്ങനെയുള്ള ചില പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത്തരക്കാർക്ക് കൂടി സൗമനസ്യത്തോടെ സഹൃദയഭാവത്തോടെ കേൾക്കാൻ കഴിയുന്ന രീതിയിൽ ചില കാര്യങ്ങൾ ഞാൻ പറയാം. കേരളത്തിൽ 2 പ്രബലമായ മുന്നണികളാണ്. മാർക്സിസ്റ്റ് ആശയത്തിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമൊക്കെയാണെന്ന് സ്വയം അഭിമാനിക്കുന്ന, എന്നാൽ അത്തരം ആശയങ്ങളോട് തീർത്തും അകന്നു കഴിയുന്ന ഒരു കൂട്ടർ. CPIM എന്ന് പറയുന്ന ഒരു മേജർ പാർട്ടി, അവർ തന്നെ അങ്ങനെയാണ് സ്വയം വിശേഷിപ്പിക്കുക, മേജർ പാർട്ടിയാണ് ഞങ്ങൾ. അവരോട് ഒട്ടിനിന്ന് പ്രവർത്തിക്കുന്ന CPI എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന മറ്റൊരു മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇവർ 2 കൂട്ടരും മുഖ്യ കക്ഷികളായിട്ടുള്ള ഇടതുമുന്നണി ഒരു ഭാഗത്ത്, അവരോടൊപ്പം വേറെ ചില പാർട്ടികളൊക്കെ ഉണ്ട്. മറുഭാഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഗാന്ധിയൻ സോഷ്യലിസമാണ് തങ്ങളുടെ പ്രത്യയശാസ്ത്രം എന്ന് പ്രഖ്യാപിച്ച് അത് പ്രചരിപ്പിച്ച് അതനുസരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടർ ഒരു ഭാഗത്ത്. അപ്പോൾ ഈ 2 കൂട്ടരും കേരളത്തിൽ ഇടയ്ക്ക് ചോദ്യം വരുന്നുണ്ട്, ഞാനത് മനസ്സിൽ കുറിച്ചിടാം. ഇതിന് ശേഷം അതിനെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാം. ഏതായാലും കേരളത്തിൽ ഈ 2 പ്രബലമായ മുന്നണികൾ, 2 പാർട്ടികളുടെ നേതൃത്വം കൊടുക്കുന്ന പ്രബല മുന്നണികൾ. മറുഭാഗത്ത് ഈ കോൺഗ്രസ് മുന്നണിയിൽ നമുക്കറിയാം ക്രൈസ്തവ മുസ്ലിം മത താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പ്രാദേശിക പാർട്ടികൾ, കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗ് പോലെയുള്ള കക്ഷികൾ ഉണ്ട്. ഈ 2 പ്രബലമായ മുന്നണികൾക്കിടയിലും മൂന്നാമത്തെ ശക്തിയായി രംഗപ്രവേശം ചെയ്ത ഭാരതീയ ജനതാ പാർട്ടിയും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി പാർട്ടിയോടൊപ്പം നിൽക്കുന്ന വേറെ ചില ചെറിയ കക്ഷികൾ ഉൾപ്പെടുന്ന NDA എന്ന ഒരു സംവിധാനവും ഇന്ന് കേരളത്തിൽ വേരുറപ്പിച്ചു കഴിഞ്ഞു. ഇവിടെയാണ് തെരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ച് നാം പരിശോധിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് വിജയത്തെ സ്വാധീനിക്കുന്ന അനേകം ഘടകങ്ങളിൽ കൊടുക്കുന്ന പാർട്ടികളുടെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കണം. ഇടതുപക്ഷ മുന്നണിയെ നയിക്കുന്ന CPIM എന്ന പാർട്ടി നേരത്തെ തന്നെ കേരളത്തിലെ ഏറ്റവും ജീർണമായ സാഹചര്യത്തെ സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ട് എന്ന് ഞാൻ പറഞ്ഞത് അർത്ഥപൂർണമായി തന്നെയാണ്. കേരളത്തിൽ അയ്യാ വൈകുണ്ഠസ്വാമികൾ മുതൽ തുടങ്ങി ശ്രീനാരായണ ഗുരുദേവനിലൂടെ, ചട്ടമ്പി സ്വാമികളിലൂടെ, മന്നത്ത് പത്മനാഭനിലൂടെ, ഡോക്ടർ പൽപ്പുവിലൂടെ, കുമാരനാശാനിലൂടെ, അങ്ങനെ അനേകം സാമൂഹ്യ പരിഷ്കർത്താക്കളിലൂടെ കേരളത്തിൽ രൂപപ്പെട്ടു വന്ന സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആയിരുന്നു. അദ്വൈത ദർശനം സ്വാധീനിച്ചിരുന്നു. ദൈവദശകം പോലെയുള്ള ഏറ്റവും ആഴത്തിലുള്ള ആശയങ്ങൾ പ്രതിപാദിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ കാവ്യം എന്നതിനെ എനിക്കറിയില്ല. ഏതായാലും അതിനേക്കാളൊക്കെ ഉയർന്ന തലത്തിൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന രീതിയിൽ നമ്മുടെ ഉള്ളത്തെ തൊട്ടുണർത്താൻ കഴിയുന്ന, നമ്മുടെ ചിന്തകളെ, നമ്മുടെ സ്വാധീനിക്കാൻ കഴിയുന്ന ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ സാമൂഹ്യ നവോത്ഥാന സംരംഭങ്ങൾ അരങ്ങേറിയത്. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, വർഗം, വർണ്ണ വ്യത്യാസങ്ങളെല്ലാം നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ കലുഷിതമാണ്. ഈ നവോത്ഥാന നായകന്മാർ അത് പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി, ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളുമായി, ആരോടും സംഘർഷമില്ലാതെ, ആരെയും വെല്ലുവിളിക്കാതെ, ആരോടും
ശണ്ഠ കൂടാതെ സമാധാനപരമായി നിശബ്ദമായി അല്ലെങ്കിൽ ശാന്തിപൂർണമായ ആ പരിവർത്തനം സാധിച്ചതിന് നവോത്ഥാന ആശയങ്ങൾ. ഈ നവോത്ഥാന ആശയങ്ങളെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമർത്ഥമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെന്ന് അവകാശപ്പെടുന്ന ജനങ്ങളിൽ പ്രചരിപ്പിച്ച്, വ്യാജമായി എന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല, എം ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ, കുമാരനാശാനെ ഏത് തരത്തിലാണ് അവരോട് പ്രതികരിച്ചത് എന്ന് രേഖകളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാക്കിയ ഒരു രേഖ വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. ആ രേഖയിൽ നവോത്ഥാനത്തെക്കുറിച്ച് അവർ പറയുന്നത് കേരളത്തിലെ മുതലാളിത്ത ബൂർഷ്വാ വർഗങ്ങളുടെ രൂപപ്പെട്ടു വന്ന നവോത്ഥാന സംഘടനകൾ എന്നാണ്. SNDP പോലെയുള്ള സംഘടനയെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. ബൂർഷ്വാ വർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ആശയ വികാസം എന്നാണ് അവർ നവോത്ഥാനത്തെ വിശേഷിപ്പിച്ചത്. അപ്പോൾ നവോത്ഥാനം എന്നുള്ളതിനെ അവർ അംഗീകരിച്ചിരുന്നില്ല എന്നർത്ഥം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, നമുക്കതിനുള്ള സമയമില്ല. ആ രീതിയിൽ നവോത്ഥാനത്തെ പരിഹാസ്യമായി ഏറ്റവും മോശപ്പെട്ട പദങ്ങൾ ഉപയോഗിച്ച് വിശദീകരിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷേ ഈ നവോത്ഥാനത്തിൻ്റെ ഫലങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് അവർ സംഘടനയെ വളർത്തിയെടുത്തത് എന്നതാണ് ചരിത്രം. അപ്പം അങ്ങനെ വ്യാജമായി ഞങ്ങളാണ് നവോത്ഥാന നായകന്മാരെന്നൊക്കെ വരുത്തി തീർത്ത് ജനങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ജനസ്വാധീനം നേടിയെടുത്തു. അവർ അവരുടെ സംഘടനാ സംവിധാനത്തിലൂടെ, കേഡർ സ്വഭാവത്തിലുള്ള പ്രവർത്തനത്തിലൂടെ നിരവധി സമരപരിപാടികൾ അവർക്ക് നടത്താൻ സാധിച്ചു. നമ്മളതിൽ തർക്കിക്കാൻ പോകുന്നില്ല. ഭരണം കയ്യിൽ വന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു പ്രതിബദ്ധത എന്നുള്ള നിലയിൽ അവർ സമൂഹത്തിന് ഗുണകരമായ ചില നിലപാടുകളും നയപരിപാടികളും സ്വീകരിച്ചു. അതിലും തർക്കമില്ല. പക്ഷെ അതേ സമയത്ത് അവർ ജനങ്ങളുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടത് ഈ പറഞ്ഞ നവോത്ഥാനത്തിൻ്റെ നായകന്മാരും മതേതരത്വത്തിൻ്റെ അപ്പോസ്തലന്മാർ എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു. പക്ഷെ ആ സന്ദർഭത്തിലൊക്കെ കേരളത്തിലെ അസംഘടിതരായ ഹിന്ദു സമൂഹത്തെ മുഖവിലക്കെടുക്കാനോ അവരുടെ ആശയാഭിലാഷങ്ങളെ സാക്ഷാത്കരിക്കാനോ അവർക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ആ കാര്യം തിരിച്ചറിയാൻ ദേശീയ സമാജത്തിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ശബരിമല തീവെപ്പുണ്ടായ സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് ആ തീവെപ്പിനെ സംബന്ധിച്ചുള്ള അന്വേഷണം ഞങ്ങൾ നടത്തും, കുറ്റവാളികളെ ശിക്ഷിക്കും എന്നൊക്കെ പ്രഖ്യാപിച്ച് 57 അധികാരത്തിൽ വന്ന ശങ്കരൻ നമ്പൂതിരിപ്പാട് പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതേയില്ല. രണ്ടാമത് അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോഴാണ് മലപ്പുറത്ത് 100% ഇസ്ലാം ഫലമായിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി മലപ്പുറത്ത് പ്രത്യേകമായി ജില്ല അനുവദിച്ചു കൊടുത്തത്. അത് മുസ്ലിം ലീഗിൻ്റെ പ്രത്യേക താല്പര്യം മാത്രമായിരുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിച്ച് ദേശീയ സമാജത്തെ മുഴുവൻ അവരുടെ താല്പര്യങ്ങളെ കണക്കിലെടുക്കാതെ മുന്നോട്ട് പോയി കേഡർ സ്വഭാവത്തിൽ പ്രവർത്തിച്ച് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ മുമ്പിൽ അവരുടെ സംരക്ഷകരായി, ഇസ്ലാം മുസ്ലിം വിശ്വാസികളുടെ മുമ്പിൽ അവരുടെ സംരക്ഷകരായി ഒക്കെ രംഗത്ത് വന്നതുകൊണ്ട് അവർക്ക് വലിയൊരു രീതിയിലുള്ള ജനസ്വാധീനം നേടിയെടുക്കാൻ സാധിച്ചു. മറുഭാഗത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തനം ഈ രീതിയിൽ തന്നെയായിരുന്നു. അതൊരു കേഡർ സംഘടനയൊന്നും ആയിരുന്നില്ലെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവകാശികൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ നേരവകാശികൾ എന്നൊക്കെയുള്ള അവകാശവാദം ഉന്നയിച്ച് അവരും ജനസ്വാധീനം നേടി. ഈ ജനസ്വാധീനം നേടിയ രണ്ട് കക്ഷികൾ, രണ്ട് മുന്നണികൾ പരസ്പരം മത്സരിക്കുന്നതിനിടയിലാണ് ഇതിൽ നിന്ന് തികച്ചും വിഭിന്നമായി യഥാർത്ഥ ദേശീയതയുടെ വക്താക്കളായി, യഥാർത്ഥ രാഷ്ട്രസ്നേഹത്തിൻ്റെ രാഷ്ട്രബോധത്തിൻ്റെ പ്രതലത്തിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഭാരതീയ ജനസംഘവും തുടർന്ന് ഭാരതീയ ജനതാ പാർട്ടിയും കേരളത്തിൽ രംഗപ്രവേശം ചെയ്യുന്നത്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഈ രണ്ട് പ്രസ്ഥാനങ്ങളിലും അണിനിരക്കുന്ന ലക്ഷക്കണക്കിന് നേടിയെടുക്കേണ്ടതുണ്ട്. ആ സ്വാധീനം നേടിയെടുക്കാനുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കേരളത്തോളം നമുക്കറിയാം, എവിടെയൊക്കെ ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളുടെ അംഗീകാരം നേടി വിജയത്തിൻ്റെ വക്കിലെത്തുന്നുവോ അവിടെയൊക്കെ അവിഹിതമായി അധാർമികമായ രാഷ്ട്രീയ സഖ്യമുണ്ടാക്കി മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും BJPയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കരുത് എന്നുള്ള താല്പര്യത്തോടെ രാഷ്ട്രീയത്തിൽ പാടില്ലാത്ത ജനാധിപത്യ സങ്കല്പത്തിന് തികച്ചും വിരുദ്ധമായ രഹസ്യ ബാന്ധവമുണ്ടാക്കി BJP സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്ന സംഭവം അത് ഇനിയും അങ്ങനെ സംഭവിക്കാൻ
സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും അത്തരം പ്രതിസന്ധികളെയെല്ലാം മറികടന്നുകൊണ്ട് അതിനെയൊക്കെ അതിജീവിച്ച് സ്വാധീനം നേടാനും കഴിയുന്ന രീതിയിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി വളർന്നു വികസിച്ച് കൊടുക്കാൻ കഴിയുന്ന കാര്യകർത്താക്കന്മാർ പാർട്ടിക്ക് ഗ്രാമതലങ്ങളിൽ, വാർഡ് തലങ്ങളിൽ, ബൂത്ത് തലങ്ങളിൽ ഇന്ന് വളർന്നു കഴിഞ്ഞു. നമുക്കറിയാം, കേരളത്തിൽ 15% വോട്ട് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. ബാക്കി വരുന്ന 85% വോട്ടാണ് രണ്ട് മുന്നണികളുമായി വീതം വെച്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒറ്റ പാർട്ടി, ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ചിന്തിക്കുകയാണെങ്കിൽ, മുന്നണി സംവിധാനമൊക്കെ പൊളിച്ചെഴുതി ഓരോ പാർട്ടിയുടെയും ശക്തിയും ബലവും പരിശോധിക്കുകയാണെങ്കിൽ നമ്മോട് ചേർന്ന് ഒരുപക്ഷെ കുറച്ചധികം എന്നുള്ള നിലയിൽ മാത്രമേ CPIM-ൻ്റെയും കോൺഗ്രസിൻ്റെയും സ്വാധീനം ഉള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഭാവി കേരളത്തെക്കുറിച്ച്, ഭാവി കേരളത്തിൻ്റെ ഭരണ സംവിധാനം ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിലേക്ക് വരുന്നതിനെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. കേരളത്തിലെ ജനങ്ങളുടെ ദുർബല വികാരങ്ങളെ പോലും ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ രണ്ട് മുന്നണികളും ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ഇന്ന് നമുക്കുണ്ട് എന്ന് പറയുന്ന എല്ലാ നന്മകളുടെയും ഉടമകൾ ഞങ്ങളാണെന്നുള്ള വ്യാജ പ്രചരണം നമ്മുടെ മുമ്പിലുണ്ട്. ഈ കോവിഡിൻ്റെ കാലത്ത് അത് പ്രത്യേകമായിട്ട് കാണുന്നു. പക്ഷേ നമ്മൾ ആലോചിക്കണം, രാജഭരണകാലത്ത് തന്നെ കേരളം ആരോഗ്യരംഗത്ത് മറ്റ് പ്രദേശങ്ങൾക്ക് മാതൃകയായിരുന്നു. അതേതെങ്കിലും ആശയത്തിൻ്റെയോ രാഷ്ട്രീയ കക്ഷിയുടെയോ പിൻബലത്തോടു കൂടി ആയിരുന്നില്ല. തിരുവിതാംകൂർ ഭരണാധികാരികൾ സ്വമേധയാ പ്രതിരോധ കുത്തിവെപ്പ് സ്വയം നടത്തി. അന്നൊക്കെ ആ പ്രതിരോധ കുത്തിവെപ്പിനെയൊക്കെ ഭയപ്പാടോടുകൂടിയായിരുന്നു ജനങ്ങൾ കണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ ഭരണാധികാരികൾ തന്നെ, രാജകുടുംബാംഗങ്ങൾ തന്നെ സ്വമേധയായി മുന്നോട്ട് വരികയും അതിന് പ്രേരിപ്പിക്കുക. അപ്പോൾ ആ തരത്തിലുള്ളൊരു ആരോഗ്യ അവബോധം നമ്മുടെ നാട്ടിലുണ്ട്. വിദ്യാഭ്യാസം പോലെ ഒരു തരത്തിൽ ക്രിസ്ത്യൻ മിഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വളരെ വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രത്യേകമായ പരിശ്രമത്തിൻ്റെ ഫലമൊന്നുമല്ല. പക്ഷേ ഈ അവകാശവാദങ്ങളൊക്കെ മുഴക്കിക്കൊണ്ട് തങ്ങളാണ് കേരളത്തിൻ്റെ യഥാർത്ഥ സ്രഷ്ടാക്കൾ എന്നുള്ള കപടനാട്യം നടത്തി ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുന്നണികൾക്ക് മറുപടിയായി ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉജ്ജ്വലമായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാനുണ്ട്. ദേശീയതയിൽ അധിഷ്ഠിതമായ സമരസതയുടെ, സമവായത്തിൻ്റെ, സഹകരണത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ, എന്നാൽ രാഷ്ട്രവിരുദ്ധതയോട് അല്പം പോലും വിട്ടുവീഴ്ചയില്ല എന്ന ദൃഢനിശ്ചയത്തോടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും സമീപ ഭാവിയിൽ ജനങ്ങൾ പ്രതീക്ഷയോടെ ഭാരതീയ ജനതാ പാർട്ടിയെ സ്വീകരിക്കും. കേരളത്തിൽ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി ഒരു ഭരണകൂട ശക്തിയായി മാറും എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് സിബി ചോദിച്ച ചോദ്യത്തിന്, സിബി ഉന്നയിച്ച ആശയത്തിനുള്ള പ്രതികരണം. അപ്പോൾ അതിലേക്ക്, ആ ഒരു തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ സമൂഹത്തിൽ വരുത്തേണ്ടതുണ്ട്. ആ മാറ്റങ്ങൾ സാധിക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ രണ്ട് മുന്നണികളും നടത്തുന്ന ജനവഞ്ചനയെ തുറന്ന് കാണിച്ചുകൊണ്ടാണ്. ജനവഞ്ചന എന്ന് പറയുമ്പോൾ നോക്കൂ, ഇന്നുണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. കണ്ണൂർ ജില്ലയിൽ, അത് കേരളത്തിൽ ഒരുപക്ഷെ നാളെ അതൊരു വലിയ വിഷയമായി വരാൻ പോവുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി തന്നെ ഇതൊരു വലിയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ പോവുകയാണ്. അതായത് കണ്ണൂർ ജില്ലയിലെ 5 നദികളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള ഒരു വാഗ്ദാനം ഒരു പൊതുമേഖലാ സ്ഥാപനം മുന്നോട്ട് വെച്ചു. ഞാൻ ആ സ്ഥാപനത്തിൻ്റെ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല. പൊതുമേഖലാ സ്ഥാപനമാണ്. അപ്പോൾ 5 നദികളിൽ നിന്ന് വർഷകാലം വരുന്നു, മഴക്കാലം വരുന്നു, അതിൻ്റെ തയ്യാറെടുപ്പ് എന്നുള്ള നിലയിൽ 5 നദികളിൽ നിന്നുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പറഞ്ഞവർ മുന്നോട്ട് വരുന്നു. ആ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രവർത്തനം അവർ വേറെ ചില സ്വകാര്യ ഏജൻസികൾക്ക് കൈമാറുന്നു. സ്വകാര്യ ഏജൻസികൾ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു എന്നറിയാമോ? കലക്ടറുടെ ഉത്തരവ് പ്രകാരം ഈ 5 നദികളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു എന്ന പേരിൽ അളവറ്റ രീതിയിൽ മണലൂറ്റിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുമ്പാണ്
ഈ സംഭവം ഉണ്ടായത്. അവർക്ക് നദി വൃത്തിയാക്കുകയാണ് അവർ ചെയ്യുന്നത്. ആർക്കും അതിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഈ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് ലോഡ് കണക്കിന്, കോടിക്കണക്കിന് രൂപ വില വരുന്ന മണൽ കടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ ഈ ഉത്തരവിട്ടത്, കലക്ടർ ഈ ഉത്തരവിട്ടത് സൗജന്യമായി ഇവർ നദി വൃത്തിയാക്കി തരാം എന്ന് പറഞ്ഞു, അതുകൊണ്ട് അവരെ അനുവദിച്ചു എന്നാണ്. ആ സൗജന്യം എന്ന വാക്കിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ പുഴയിൽ നിന്ന് ലോഡ് കണക്കിന് മണലൂറ്റിക്കൊണ്ടിരിക്കുകയാണ് സ്വകാര്യ ഏജൻസികൾ. ഏതായാലും ഈ കാര്യം അറിഞ്ഞപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ശക്തമായി ഇടപെട്ടു. ഇന്നലെ ഈ മണലൂറ്റുന്ന വാഹനങ്ങൾ, ലോറികൾ തടഞ്ഞു നിർത്തി. ഡെപ്യൂട്ടി കലക്ടർ ഈ വിഷയത്തിൽ ഇടപെട്ടു. സർവകക്ഷി യോഗം വിളിച്ച് പ്രശ്നം ചർച്ച ചെയ്യണം എന്ന് BJP കാര്യകർത്താക്കന്മാർ ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു യോഗം നടന്നു. ഭാരതീയ ജനതാ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ സമ്പത്ത്, നാടിൻ്റെ സമ്പത്തായിട്ടുള്ള ഈ മണൽ ഊറ്റിയെടുത്ത് കടത്തുന്ന ഈ പ്രവർത്തനത്തെ ശക്തമായി എതിർക്കുകയും വകവയ്ക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിർബന്ധിത സാഹചര്യം ഉണ്ടായപ്പോൾ പഞ്ചായത്ത് തലത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റി, ജില്ലാ തലത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങൾ നടത്താം എന്ന് ധാരണയുണ്ടാക്കിയിരിക്കുകയാണ്. ഏറ്റവും രസകരമായ മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ദുരൂഹമായ മൗനം പാലിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ജനവഞ്ചന എന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതുപോലെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ വന്നുപെടുന്ന അനേകം വിഷയങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ആത്മാർത്ഥമായി ഇതുമായി സംവദിക്കും. ഈ സംവാദത്തിലൂടെ ജനകീയമാക്കാൻ കഴിയും, അതിലൂടെ ഈ നാട്ടിൽ എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇവിടെ ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു. കേരളത്തിൽ BJP പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വിജയിച്ചു വരാൻ എന്താണ് നിർദ്ദേശം? എന്തുകൊണ്ട് പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തു വരുമ്പോൾ നിലവിൽ ഉള്ള പ്രവർത്തകരെ ഒഴിവാക്കുന്നു? പിന്നീട് അടുത്ത വർഷം ഈ ആളുകൾ ആ രീതിയിലാണ്. അതായത് ഈ ചോദ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയം വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ലസിത പാലക്കൽ, ലസിതാജിയും ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. എങ്ങനെ പ്രവർത്തിക്കണം? ഞങ്ങളെ പോലെയുള്ളവർക്ക് കുറച്ച് എടുത്തുചാട്ടം കൂടുതലാണെങ്കിലും സംഘടനയെ നെഞ്ചോട് ചേർത്ത് വെച്ചവരാണ് ഞങ്ങൾ. ഇലക്ഷന് വേണ്ടിയുള്ള പ്രവർത്തനം എങ്ങനെ തുടങ്ങണം മാഷേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ചോദ്യത്തിന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ സജ്ജരായിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ അതിനനുസരിച്ചുള്ള ചർച്ചകൾ നടന്നു കഴിഞ്ഞു. നമ്മൾ ഓരോ വാർഡിലും വിജയിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ബൂത്ത് തലത്തിൽ ഇത് ഏകോപിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ പാർട്ടി, ഭാരതീയ ജനതാ പാർട്ടി, ആരാധ്യനായ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഫീഡ് ദ നീഡി, പട്ടിണി കിടക്കുന്ന ഒരാൾ പോലും ഉണ്ടാകരുത് എന്നുള്ള ഒരു ആഹ്വാനം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, ഉദ്ബോധനം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് പാർട്ടി പ്രവർത്തകന്മാർ, സേവാഭാരതി പോലുള്ള നമ്മുടെ സഹോദര പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ജനങ്ങളുടെ ദുരിതമകറ്റാനുള്ള പ്രവർത്തനത്തിലാണ്. ഒപ്പം തന്നെ വന്നണയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടാനുള്ള പ്രവർത്തനത്തിലുമാണ്. തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. നമുക്കത് സംഘടനാപരമായ നിർദ്ദേശങ്ങൾ ലഭിക്കും. പക്ഷേ പൊതുവായ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാം. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിന് എല്ലാ പ്രവർത്തകരുടെയും കർമ്മകാര്യമാണ്. അത് ലസിതാജി ചൂണ്ടിക്കാണിച്ചതുപോലെ എടുത്തുചാട്ടക്കാരാത്തവരെയും എല്ലാം ചാട്ടം എന്ന് ഏറ്റവും പരിപക്വമായ മാനസികാവസ്ഥയോടെ, എന്നാൽ രംഗത്ത് വന്ന് വിജയം വരിക്കാൻ കഴിയും. സംഘടനാപരമായ സംവിധാനങ്ങൾ
ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സങ്കേതമുണ്ടല്ലോ, ഓൺലൈൻ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള മീറ്റിങ്ങുകളൊക്കെ സംസ്ഥാന ഭാരവാഹികളുടെ യോഗം നടക്കുന്നുണ്ട്, വിവിധ മോർച്ചകളുടെ യോഗം, അതിനോടനുബന്ധിച്ച് ജില്ലകളിൽ യോഗങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ മണ്ഡലങ്ങളിലും താഴെ ഇതുപോലുള്ള യോഗങ്ങൾ. അപ്പോൾ അത്തരം യോഗങ്ങളിലൊക്കെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും സമയാസമയങ്ങളിൽ. അതുകൊണ്ട് അതിനെ കുഴപ്പം വേണ്ട. ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ സന്നദ്ധതാണ്. പഞ്ചായത്ത് കാര്യങ്ങൾ ജാഗ്രതയോടെ നിരീക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. വൈഷ്ണവ് ചോദിക്കുന്നു, അടുത്ത ഇലക്ഷന് BJP MLA ഉണ്ടാകുമോ? വൈഷ്ണവിന് എന്ത് തോന്നുന്നു, ഉണ്ടാകുമോ? തീർച്ചയായും ഉണ്ടാകും. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജേട്ടൻ നേമത്ത് വിജയിച്ചു. മറ്റ് 8 വന്നിട്ടുണ്ട്. 10,000-ലധികം വോട്ട് നേടിയ മണ്ഡലങ്ങളുണ്ട്. 30,000-ലധികം നിയോജക മണ്ഡലങ്ങളുണ്ട്. 4 വർഷം മുമ്പാണ്. ഇപ്പോൾ 10, 60, 70, 80 മണ്ഡലങ്ങളിൽ BJP ശക്തിയാണ്. നമ്മുടെ കയ്യിൽ കർമ്മധീരന്മാരായ സമർപ്പിതരായ പ്രവർത്തകന്മാർ, അവർ തലയും മുറുക്കി രംഗത്ത് വരും. തീർച്ചയായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വിജയം, ഉജ്ജ്വലമായ വിജയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രവർത്തകന്മാരായിട്ടുള്ള ആളുകൾ, സഹോദരങ്ങൾ, അവർ ചെയ്യേണ്ടത് സാമാന്യ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ നമ്മുടേത് കൂടിയാണ് എന്ന വിശ്വാസം തീർച്ചയായിട്ടും നമ്മുടെ MLA-മാർ ഉണ്ടാകും. നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കേരളത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ ഭാഗമായി നമുക്ക് മാറാനും സാധിക്കും എന്നതാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ ഒരു ആശയം ഉന്നയിച്ചിരിക്കുന്നു. കേരളത്തെ കട്ടുമുടിക്കുന്ന കൊള്ളക്കാരിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം. അതൊരു അഭ്യർത്ഥനയാണ്, അല്ലെങ്കിൽ ആഗ്രഹപ്രകടനമാണ്. തീർച്ചയായിട്ടും നമ്മളത് ചെയ്യണം. നമുക്കത് ചെയ്യാൻ സാധിക്കും. നമ്മുടെ പ്രവർത്തനം ഏതെങ്കിലും കേട്ടുതഴമ്പിച്ച മുദ്രാവാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല, ജീർണിച്ച ഏതെങ്കിലും രാഷ്ട്രീയ ദർശനങ്ങളെ അടിസ്ഥാനമാക്കിയല്ല, കാലഹരണപ്പെട്ടുപോയ മറ്റെന്തെങ്കിലും കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കിയല്ല, ദൈനംദിനം ഉയർന്നു വരുന്ന ജീവൽ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കും. നമ്മൾ വിജയിക്കുക തന്നെ വേണം. കേരളത്തിന് ഒരു പുതിയ മാർഗം കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പോൾ നമുക്കറിയാം, ഒരു രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിൽ, ഭാരതീയ ജനതാ പാർട്ടി, കേരളത്തിൽ മാത്രമല്ല മുഴുവൻ ഭാരതത്തിലും ഭാരതീയ ജനതാ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും നടത്തുന്നില്ല എന്നുള്ളതാണ് നാം കാണുന്നത്. എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കി ഇരിക്കുക എന്നുള്ള രീതിയേ അല്ല, പദ്ധതികളുമായി സേവാഭാവത്തോടുകൂടി നാം ജനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങൾ അംഗീകരിക്കും. നമ്മൾ വിജയം വരിക്കും. ഇവിടെ അതുൽ കുമാർ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. അതുൽ കുമാർ ഇപ്പോഴുണ്ടോ ലൈനിൽ എന്നെനിക്കറിയില്ല. ഏതായാലും യുവജന വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ വിഷയത്തിൽ PSC നിയമനം ആകും ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. PSC നിയമന നിരോധനത്തിനെതിരെ BJP കാര്യമായി ഇടപെടേണ്ടതല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഇടപെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന, നോക്കൂ, ഒരുപക്ഷെ കേരളത്തിൽ മാത്രമാണ് ഈ കുംഭകോണം അരങ്ങേറിയിട്ടുള്ളത്. ഏതാണ്ട് 1,00,000-ലധികം പ്രതിമാസം ശമ്പളം പറ്റുന്ന 26 അംഗങ്ങൾ PSCക്കുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അവർക്കെല്ലാ സൗകര്യങ്ങളുമുണ്ട്. ആർഭാടപൂർണമായ ജീവിതം നയിക്കാൻ കഴിയുന്ന സംവിധാനത്തോടു കൂടിയുള്ള PSC അംഗങ്ങൾ നയിക്കുന്ന ആ സംവിധാനം ഇന്ന് കുത്തഴിഞ്ഞിരിക്കുകയാണ്, അഴിമതിവൽക്കരിച്ചിരിക്കുകയാണ്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വർഷമൊക്കെ. പരീക്ഷ എഴുതാത്ത ആളും
പരീക്ഷ എഴുതി 0 മാർക്ക് നേടിയ ആളും രാഷ്ട്രീയ സ്വാധീനം, പാർട്ടി സ്വാധീനം ഉപയോഗിച്ച് പോലീസ് സേനയിൽ പോലും നിയമനം നേടിയെടുത്ത സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. ആ സംഭവത്തിനെതിരെ ഏറ്റവും ശക്തമായി പ്രതികരിക്കാൻ മുന്നോട്ട് വന്നത് BJPയും യുവമോർച്ചയുമാണ് എന്ന് നമ്മൾ കാണണം. മാത്രമല്ല, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിലെ നിയമന നിരോധനത്തിനെതിരെ കളക്ട്രേറ്റ് ഉപരോധം ഉൾപ്പെടെയുള്ള ഉജ്ജ്വലമായ സമരങ്ങൾ നടത്തിയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ യുവമോർച്ച. BJPയും പാർട്ടി എന്നുള്ള നിലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും തുടർന്നുള്ള കാലങ്ങളിലും യുവാക്കളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, ഇപ്പോൾ പഴയതുപോലെയല്ല, യുവാക്കളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ പഴയതുപോലെ കാലം മാറി വരുന്നതിനനുസരിച്ച് പ്രശ്നങ്ങളുടെ സ്വഭാവത്തിലും മാറ്റം വരും. അപ്പോൾ ഏറ്റവും ആനുകാലികമായ വിഷയങ്ങൾ, അതിൻ്റെ വേരുകൾ കണ്ടെത്തി പിഴുതെറിയാൻ കഴിയുന്ന കരുത്ത് ഇന്ന് നമുക്കുണ്ട്. അത് ഉപയോഗാത്മകമായ ഒരു നേതൃത്വം ഇന്ന് യുവമോർച്ചയ്ക്കുണ്ട്, BJPക്കുണ്ട്. ആ ഒരു ശക്തി ഉപയോഗിച്ച് സമാജ പരിവർത്തനത്തിന് ഉതകുന്ന നിരവധി കർമ്മ പരിപാടികൾ ഭാവിയിൽ നമുക്ക് എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണ കൂടി വേണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്. ചോദ്യങ്ങൾ ഏതാണ്ട് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ആരെങ്കിലും ഇത് കാണുന്നവർ എന്തെങ്കിലുമൊക്കെ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയാൽ അതിനോട് പ്രതികരിക്കാൻ എനിക്ക് കഴിയും. പറയുന്നു, ഇത്തവണ നമുക്കെങ്ങനെയും ജയിക്കണം, വീടാന്തരം കയറിയിറങ്ങി പ്രവർത്തനം വിപുലീകരിക്കണമെന്ന് നേരത്തെ സംസാരിച്ച ഗോപാലകൃഷ്ണൻജി തന്നെ പറയുന്നു. ഓരോ വീടുകളിലും നമ്മൾ കടന്നു ചെല്ലണം, ഓരോ വീട്ടുകാരെയും നമ്മൾ കാണണം, അവരോട് സംവദിക്കണം, അവരുടെ അനുകമ്പയും ആനുകൂല്യവും ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. രാജേഷ് ആർ നായർ അദ്ദേഹം ചോദിക്കുന്നു, താഴേക്കിടയിലുള്ള പ്രവർത്തനം മെച്ചപ്പെടണം. തീർച്ചയായിട്ടും താഴേക്കിടയിലുള്ള പ്രവർത്തനമാണ് ശക്തി. വേരുകളാണ് ശക്തിപ്പെടേണ്ടത്. വേരുകൾ ഉറയ്ക്കുമ്പോഴാണ് ആ വൃക്ഷം മണ്ണിൽ നിന്ന് ആവശ്യമായ വളവും വെള്ളവും സ്വീകരിച്ച് പടർന്ന് പന്തലിക്കുക. അപ്പോൾ വേരുകൾ തന്നെയാണ് ആരോഗ്യപൂർണ്ണമായി നിൽക്കേണ്ടത്. ഏറ്റവും അടിത്തട്ടിലുള്ള പ്രവർത്തനം തന്നെയാണ് മെച്ചപ്പെടേണ്ടത്. അപ്പോൾ അതിന് ഓരോരുത്തരും മനസ്സ് വയ്ക്കണം എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പലരും നമസ്കാരം പറയുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. മിനി, ദിലീപ്, എല്ലാവരെയും ഞാൻ കാണുന്നുണ്ട്. എല്ലാ സഹോദരങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി നമസ്കാരം പറയുന്നു. സതീഷ് M ചന്ദ്രൻ ഒരഭിപ്രായം പറയുന്നുണ്ട്, എല്ലാ സ്ഥാപനങ്ങളിലും BMS വളർത്താൻ മുൻകൈയെടുക്കണം. തീർച്ചയായിട്ടും BMS വളർത്താൻ BMSൻ്റെ ഉജ്ജ്വലരായ കാര്യകർത്താക്കൾ അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. പല തൊഴിലിടങ്ങളിലും നമ്മളിപ്പോൾ നിർണായകമായ ശക്തിയാണ്. പ്രത്യേകിച്ച് ഈ മോട്ടോർ രംഗത്തൊക്കെ തൃശ്ശൂർ ജില്ലയിൽ പ്രത്യേകിച്ച് എനിക്കറിയാൻ സാധിക്കും, ഏറ്റവും മുൻനിര സംഘടനയായി ഭാരതീയ മസ്ദൂർ സംഘം വളർന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള നല്ല സംഘടനാ സംവിധാനം അവർക്കുണ്ട്. ആ സംവിധാനം ഉപയോഗിച്ച് കൂടുതൽ തൊഴിൽ മേഖലയിൽ മുന്നേറ്റമുണ്ടാക്കാൻ നമുക്ക് കഴിയും. ദേശീയതയുടെ ഉജ്ജ്വലമായ ശബ്ദം തൊഴിൽ രംഗത്ത് പടർത്താൻ നമുക്ക് കഴിയും. ഇവിടെ കണ്ണൻ ചങ്ങരംകുളങ്ങര, എന്താണ് കണ്ണൻ പറയുന്നത്? മാഷേ നമസ്കാരം. ശരി, നമസ്കാരം കണ്ണൻ. സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സമരങ്ങൾ ശക്തമാക്കണം, ജനകീയ സമരങ്ങളുമായി മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും സമരം എന്നുള്ളത് നമ്മൾ കാണുമ്പോൾ സമരം എന്നുള്ള ആശയം തന്നെ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. രാമരാവണ യുദ്ധം ധർമ്മസമരമായിരുന്നു. സ്വാതന്ത്ര്യസമരം ധർമ്മസമരമായിരുന്നു, സമരമായിരുന്നു. സാമൂഹ്യ നവോത്ഥാനവും ഒരർത്ഥത്തിൽ ഒരു സമരമാണ്. ജനങ്ങളുടെ ശ്രേയസ്കരമായ അവസ്ഥ കൈവരിക്കുന്ന ഏത് പ്രവർത്തനവും ആ രീതിയിൽ പ്രശ്നങ്ങൾ ഉത്ഭവിക്കുമ്പോൾ പരിഹരിക്കാൻ ആവശ്യമായ ജനകീയ പ്രസ്ഥാനമാക്കി അത് പരിഹരിക്കാൻ ആവശ്യമായ ജനകീയ ശക്തി നടത്തും. ഇപ്പോഴും നമ്മുടെ സമരം കൂടിയിരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പോലും 5 പേർ ചേർന്ന് നടത്തുന്ന സമരങ്ങളുടെ ധാരാളം വിവരങ്ങൾ നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചുവല്ലോ, കണ്ണൂരിലെ ഈ മണൽക്കടത്തുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട്
5 നിയോജക മണ്ഡലങ്ങളിലെ കാര്യകർത്താക്കന്മാർ അതിഗംഭീരമായ സമരം നടത്തിയതിൻ്റെ ഫലമാണ് സർക്കാരിനെ മുട്ടുകുത്തിക്കാനും പകൽക്കൊള്ള അവസാനിപ്പിക്കാനുമുള്ള സാഹചര്യം ഒരുങ്ങിയത്. അപ്പോൾ ആ തരത്തിൽ ഏത് സാഹചര്യത്തിലും ഉജ്ജ്വലമായി സമരം നടത്താൻ, വിജയം വരിക്കാൻ നമുക്ക് കഴിയും. റൈറ്റ്. അനിൽ നായർ, എന്താണ് അനിൽ നായർ പറയുന്നത് നോക്കട്ടെ. താഴെ തട്ടിലുള്ള മുൻകാല പ്രവർത്തകരെ ഒരുമിപ്പിച്ച് മുന്നോട്ട് പോയാൽ വിജയം സുനിശ്ചിതമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഓരോ പ്രദേശത്തുമുള്ള പ്രവർത്തകരാണ് ശ്രദ്ധിക്കേണ്ടത് അക്കാര്യത്തിൽ. കൂടുതലായിട്ട് നമ്മുടെ മേഖലയിലുള്ള നമുക്ക് വഴി കാണിച്ചു തന്ന, നമുക്ക് വേണ്ട ആശീർവാദങ്ങളും ആവേശവും പകർന്നു തന്ന നമ്മുടെ മുൻകാല പ്രവർത്തകന്മാരെ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള ആളുകളെയെല്ലാം സംഘടിപ്പിച്ച് അവരുടെ ശക്തി കൂടി സമാഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അനിൽ നായർ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു പ്രവർത്തന രീതി നമ്മൾ ആവിഷ്കരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ വിജയമുണ്ടാകും. ഒരുപാട് പേര് നമസ്തേ പറയുന്നുണ്ട്. നമസ്തേ പറയുന്ന എല്ലാവർക്കും ഹരികൃഷ്ണൻ, സുനിൽകുമാർ, ലയൻ, സിനു എല്ലാവരും നമസ്തേ പറയാണ്. എല്ലാവർക്കും നമസ്തേ. ദീപ ഗോപിനാഥ് ഒരു ആശയം മുന്നോട്ട് താഴേക്കിടയിൽ അധികം ആർക്കും അറിയുന്നില്ല, അത് വിപുലീകരിക്കണം. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്ന പല പദ്ധതികളും പേരുമാറ്റത്തോടുകൂടി നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഗവൺമെൻറ് നടപ്പിലാക്കുന്നുണ്ട്. പേരൊന്ന് മാറ്റിയെടുത്തിട്ട് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്ന എല്ലാ വികസനോന്മുഖമായ പദ്ധതികളുടെയും ആധാരം എന്ന് പറയുന്നത് മോദിജി പ്രഖ്യാപിക്കുന്ന ആശയങ്ങളും നയങ്ങളും ഒക്കെ തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇടതു ഭരണകൂടത്തെ പ്രകോപിതരായി എന്ന് വരും. അവർ ക്ഷമിക്കണം. ഭവന നിർമ്മാണ പദ്ധതി ഉൾപ്പെടെ, ഗ്യാസ് സൗജന്യമായി ഗ്യാസ് നൽകുന്നതുൾപ്പെടെ, വൈദ്യുതി ഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാവനാപൂർണമായ കാഴ്ചപ്പാടിൻ്റെ ഫലമായി രൂപപ്പെട്ട പദ്ധതികളാണ്. ദീപ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് വേണ്ടത്ര ജനങ്ങളിലേക്ക് ഏതൊക്കെ പദ്ധതികൾ എങ്ങനെയൊക്കെ എന്നുള്ളതിൻ്റെ ഒരു ചെറിയ അജ്ഞതയുണ്ട്. അത് മാറ്റിയെടുക്കാൻ യുവമോർച്ച പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. യുവമോർച്ചയുടെ കർമ്മഭടന്മാർ നമ്മുടെ മഹത്തായ പദ്ധതികളെക്കുറിച്ച് പഠിക്കുകയും അവർക്ക് റൈറ്റ്. മനീഷ് ആർ നായർ നമസ്തേ പറയുന്നു. ദുബായിൽ നിന്നാണ് പ്രവാസികളായ വിദേശത്തുള്ളവർ ബന്ധപ്പെടാറുണ്ട്. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് സൗദിയിലും ദമാമിലും നമ്മുടെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അവരും ഏർപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ദുബായിലുള്ള എല്ലാ സഹോദരങ്ങൾക്കും മനീഷിലൂടെ ഞാൻ നമസ്കാരം പറയും. മിഷൻ ജീവിതത്തിന് ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം എന്തെന്ന് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക. അതാണ് യുവജനങ്ങളും ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിന് ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം എന്താണെന്ന് നമുക്ക് കണ്ടറിയാൻ സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ശാഖയിലൊക്കെ പോയി പരിചയമുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ടാകില്ല. അല്ലാത്തവരും സമൂഹം. സ്വാമി വിവേകാനന്ദൻ ഏറ്റവും പ്രതീക്ഷയോടുകൂടി കണ്ടെത്തിയ ഒരു വിഭാഗമാണ് യുവ സമൂഹം. അപ്പോൾ ആ യുവസമൂഹത്തിന് കർമ്മശേഷിയുണ്ട്, ചിന്താശേഷിയുണ്ട്, പ്രതികരണശേഷിയുണ്ട്, പരിവർത്തനശേഷിയുണ്ട്, സമ്പർക്കശേഷിയുണ്ട്, സജീവതയുണ്ട്. അതെല്ലാം ഉപയോഗിച്ച് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി, ദേശീയാദർശങ്ങൾക്ക് വേണ്ടി നിസ്വാർത്ഥരായി രംഗത്തിറങ്ങുക. അതാണ് യുവാക്കൾ. റൈറ്റ്. മനീഷ് നായർ സൂചിപ്പിക്കുന്നത് അയ്യപ്പ ധർമ്മ യാത്രാ സമയത്ത് പത്തനംതിട്ടയിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു. ശരിയാണ്. നമസ്കാരം. സുഖമാണോ എന്ന് ചോദിക്കുന്നു നിതിൻ. സുഖമാണ് നിതിൻ. എല്ലാവർക്കും സുഖമുണ്ടാവട്ടെ എന്നാണല്ലോ നമ്മുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയനുസരിച്ച് എല്ലാവരും പരസ്പരം ആശംസിക്കുമ്പോൾ എല്ലാവർക്കും സുഖമുണ്ടാകും. അപ്പോൾ ആ സുഖം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ അടിസ്ഥാന സങ്കല്പം തന്നെ അങ്ങനെയാണ്. ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു. അതുകൊണ്ടാണ് നമുക്ക് ഈ ഏറ്റവും അപകടം പിടിച്ച ആശങ്ക നിറഞ്ഞ ഈ സാഹചര്യത്തിലും
ലോകഹിതാർത്ഥം കർമ്മഭടന്മാരാണ്. നൂറുകണക്കിന്, ആയിരക്കണക്കിന് നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാർ, സേവാഭാരതിയുടെ പ്രവർത്തകന്മാർ ഇന്ന് കർമ്മരംഗത്താണ്. ജനസേവനത്തിന് സുഖം എല്ലാവർക്കുമായി പങ്കുവയ്ക്കാനും നമുക്ക് സാധിക്കും. അതാണ് യുവമോർച്ചയുടെ പ്രവർത്തകന്മാരും ചിന്തിക്കേണ്ടത്. ലോകത്തിന് മുഴുവൻ സുഖം ഭവിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളത്. ശരി, നമ്മുടെ സമയം ഏതാണ്ടൊക്കെ കഴിയാറായി എന്ന് തോന്നുന്നു. അഭിലാഷ് ഓൺലൈനിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ യുവമോർച്ചയുടെ ഈ IT വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന പ്രവർത്തകൻ അഭിലാഷ്, നമ്മുടെ നിശ്ചയിച്ച സമയം ഏതാണ്ട് അവസാനിക്കാറായി. അതുകൊണ്ട് ഇനി പുതിയ ചോദ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി ഏതെങ്കിലും ചോദ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെയുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും അവസാനം നമ്മുടെ സമയം അവസാനിക്കാറായതുകൊണ്ട് ഇനി ആരെങ്കിലുമൊക്കെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ ആ ചോദ്യത്തിന് കൂടി പ്രതികരിച്ചുകൊണ്ട് നമുക്കിന്നത്തെ ഈ ലൈവ് പരിപാടി അതെ, എല്ലാവരും നമസ്തേ പറയുന്നു, നല്ല നല്ല ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു, ജയിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ ലൈവ് പരിപാടി ഉപസംഹരിക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട്, നമ്മൾ പറയാറുള്ള ഒരു കാര്യം, നമ്മൾ ജനങ്ങളെ ഇഷ്ടപ്പെടുന്നു, ജനങ്ങളെ സ്നേഹിക്കുന്നു, നമ്മൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ഒക്കെ ശരിയാണ്. പക്ഷെ അതിനേക്കാൾ പ്രധാനം നമ്മളെ അവർ സ്നേഹിക്കണം, നമ്മളെ ആളുകൾ ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു സംഘടനാ പ്രവർത്തകൻ മാത്രമല്ല, മനസ്സിൽ സൂക്ഷിക്കേണ്ട ആശയമാണ് അത്. അപ്പം ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എനിക്കെൻ്റെ അയൽക്കാരെ ഇഷ്ടം, എൻ്റെ സഹോദരങ്ങളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല. അവർ നമ്മളെ ഇഷ്ടപ്പെടണം. അതിനെന്താണ് വേണ്ടത്? നമുക്ക് ചുറ്റും കഴിയുന്ന ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തണം. നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ പോലും മറ്റുള്ള ആളുകൾക്ക് സ്വീകാര്യരായി തീരാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഇത് സംഘാടകന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാ വിഭാഗം ആളുകൾക്കും അനുവർത്തിക്കാവുന്ന ഒരു നിലപാടാണ്, നയമാണ്. നമ്മുടെ പ്രവൃത്തികൾ മുഴുവൻ ഹിതകരമായി തീരണം. അതാണ് പറഞ്ഞത്, വാക്കുകൊണ്ട്, നോക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ട് പോലും മറ്റൊരാളിൽ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ പെരുമാറരുത് എന്നുള്ള സമൂഹത്തിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം നമ്മളെ ഇഷ്ടപ്പെടും, നമ്മളെ സ്വീകരിക്കും. ഒരു പക്ഷേ ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ നാം സൗഹാർദ്ദപൂർണമായി വിനയത്തോടുകൂടി ഇടപെട്ടാലും മുൻവിധികളോടെ അകറ്റി നിർത്തുന്നവർ ധാരാളമുണ്ടാകും. ഇവൻ എത്ര നല്ലവനായാലും ശരി, ഇവനെ ഞാൻ സ്വീകരിക്കില്ല എന്ന് നിശ്ചയിച്ചുറപ്പിച്ച ആളുകളുണ്ടാവും. ചുരുക്കം അത്തരം ആളുകളെ നമ്മൾ നമസ്കാരപൂർവ്വം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. നമ്മെ ആഗ്രഹിക്കുന്ന, നമ്മെ പ്രതീക്ഷിക്കുന്ന, നമ്മെ സ്വീകരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ധാരാളം ആളുകൾ സമൂഹത്തിലുണ്ട്. അത്തരം ആളുകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ, നമ്മുടെ സമാജത്തിൻ്റെ വൈഭവത്തിന് വേണ്ടി കടിബദ്ധരായി എല്ലാവരും പ്രവർത്തന രംഗത്തേക്ക് വരണം എന്ന് മാത്രം അവസാനമായി സൂചിപ്പിച്ചുകൊണ്ട്, അവസാനം ഒരിക്കൽ കൂടി ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കി, ഇല്ല, എല്ലാവരും നമസ്തേ പറയുകയാണ്. പ്രത്യേകിച്ച് ചോദ്യങ്ങളാരും ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് സംതൃപ്തിയോടെ, സന്തോഷത്തോടെ സമാജ സേവന രംഗത്ത് കർമ്മധീരന്മാരായി നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഞാൻ തോന്നുന്നു സംവാദം എന്ന രീതിയിൽ നടന്നിട്ടില്ലെങ്കിലും നമ്മൾ ചില ആശയങ്ങൾ ഉന്നയിച്ചു, ചോദ്യങ്ങൾ ഉന്നയിച്ചു. അതിന് സാധിക്കാവുന്ന രീതിയിൽ ഞാൻ പ്രതികരിച്ചു. ഈ പ്രതികരണത്തോട് സമ്മിശ്രമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നല്ല
ചില ആളുകൾ അസഹിഷ്ണുക്കളായി പെരുമാറുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സത്യത്തിൽ എന്തിനാണ് അങ്ങനെ ഒരു അസഹിഷ്ണുത എന്നാണ് മനസ്സിലാവാത്തത്. ഏതൊരാളുടെയും ആശയങ്ങളെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്നതല്ലേ നല്ലത്. സ്വീകരിക്കാൻ കഴിയില്ലെങ്കിൽ നമുക്കവരോട് ബഹുമാനപൂർവ്വം വിയോജിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ ഒരു രീതിയാണ് വേണ്ടത്. അത് യുവമോർച്ച പ്രവർത്തകന്മാർക്കും സംഘപരിവാർ പ്രവർത്തകന്മാർക്ക് എല്ലാവർക്കും ബാധകമാണ്. നമ്മുടെ എതിരഭിപ്രായങ്ങളെ സഹിഷ്ണുതയോടെ കാണുക. ആ സഹിഷ്ണുതയാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ മുഖമുദ്ര. അവസാനമായിട്ട് അജീഷ് നമ്പ്യാക്കൽ മാഷേ നമസ്തേ. അജീഷ് കൊയിലാണ്ടി. അജീഷ് നമസ്കാരം, കാണാൻ സാധിച്ചതിൽ സന്തോഷം. അപ്പോൾ അജീഷാണ് അവസാനമായിട്ട് നമസ്തേ പറഞ്ഞിരിക്കുന്ന ആൾ. സിബി വീണ്ടും വരുന്നുണ്ട്. വെരി ഗുഡ് മെസ്സേജ്, താങ്ക് യു സർ. ശരി, സന്തോഷം. നല്ല ആശയങ്ങളും നല്ല വാക്കുകളും സമൂഹത്തിലേക്ക് പടർത്താൻ നമുക്ക് കഴിയണം. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വീണ്ടും സുഖം നേരുന്നു. ഈ COVID-19 എന്നുള്ള ഈ ഒരു പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തെ ആത്മവിശ്വാസത്തോടു കൂടി നേരിടാനായി നമുക്ക് കഴിയും. തീർച്ചയായിട്ടും അതിനുള്ള സംവിധാനം. 2 പ്രധാനപ്പെട്ട ഉദ്ബോധനങ്ങൾ. ആത്മനിർഭര ഭാരതം എന്ന ആശയം മുന്നോട്ട് വെച്ച നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി, അതുപോലെ പ്രതിസന്ധികളെ അവസരങ്ങളാക്കി നാം വിജയം വരിക്കണം എന്ന് നമ്മെ ഉദ്ബോധിപ്പിച്ച സംഘത്തിൻ്റെ പരമപൂജ്യൻ മോഹൻജി ഭാഗവത്. ഈ 2 മനീഷികളുടെയും ആശയങ്ങളെ നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുമ്പോൾ തീർച്ചയായിട്ടും പ്രതിസന്ധികൾ അവസരങ്ങളായി ആത്മനിർഭരമായ ഭാരതം, സ്വാശ്രയപൂർണമായ ഭാരതം, സ്വാവലംബനത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകുന്ന ഭാരതം, സ്വാഭിതമായ ഭാരതം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അവസാനമായിട്ട് BJPയുടെ പ്രവർത്തനം വളരെ മോശമാണ് എന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കരുത്. എല്ലാം നല്ലതിനാണ്, നല്ല പ്രവർത്തനമാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ എവിടെയെങ്കിലും നമുക്ക് പാളിച്ചകൾ ഉണ്ടെങ്കിൽ, മോശം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സംവിധാനം നമ്മുടെ മുമ്പിലുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കുതിച്ചുയരാൻ സാധിക്കും. അതിനെല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇനിയൊരവസരത്തിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾക്ക് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഭാവിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വന്ദേ മാതരം. ഭാരത് മാതാ കി ജയ്.